ഹലോ എവരി വൺ, വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസി വേൾഡ്. ചുമയൊക്കെയാണ് കേട്ടോ. പക്ഷേ മത്തപ്പൂവിൻ്റെ സീസൺ കഴിയുന്നതിന് മുമ്പ് നമുക്ക് മത്തപ്പൂ വെച്ചിട്ടുള്ള തോരൻ ചെയ്തിടണമെന്ന് തോന്നി. നിറയെ മത്തപ്പൂക്കളുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ കറി വെക്കാൻ വേണ്ടി മേടിച്ച മത്തങ്ങയിൽ നിന്നുള്ള കുറച്ച് വിത്തെടുത്ത് വെറുതെ പാകി കൊടുത്തതാണ്. അത് നിറയെ പടർന്ന് പന്തലിച്ചു. ഇപ്പോൾ ഒരുപാട് മത്തപ്പൂക്കളുണ്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ കാണാം. അതിനകത്ത് നിറയെ തേൻ കുടിക്കാനായിട്ട് തേനീച്ചകളുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അവർ തേൻ കുടിച്ചൊക്കെ കഴിയുന്ന ഒരു സമയമാകുമ്പോൾ 8-9 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ഈ പൂക്കളെല്ലാം പറിക്കാൻ വേണ്ടി പോകും. ഒരു ദിവസം നമുക്ക് ആവശ്യത്തിന് പൂക്കളില്ലാച്ചാൽ അതിനെ എടുത്ത് പറിച്ച് പ്ലാസ്റ്റിക് കൂടിലിങ്ങനെ നല്ല അല്ലെങ്കിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ക്ലീൻ ചെയ്തതിന് ശേഷം കെട്ടി അടച്ചു വെച്ചാൽ മതിയാവും കേട്ടോ. ഇതിപ്പോൾ ഞാൻ പൂ പറിക്കാൻ വേണ്ടി പോയ സമയത്ത് അതിനകത്തുള്ള തേനീച്ചയൊക്കെ ഇറങ്ങിപ്പോയി. അപ്പം കായാവുന്ന പൂക്കളല്ലാത്ത പൂക്കളെല്ലാം നമുക്ക് പറിച്ചെടുക്കാം. പൂക്കളുടെയൊക്കെ ചോട്ടിലൊരു ഉരുണ്ട് കായ ഉണ്ടാവും. അങ്ങനെ നടന്നപ്പോഴാണ് പറമ്പ് നിറച്ച് നല്ല പഴുത്ത കാന്താരികൾ നിൽക്കുന്നത് കണ്ടത്. നല്ല ഒരുപാട് പഴുത്ത കാന്താരിയുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ കാന്താരി വെളുത്തുള്ളിയൊക്കെ വെച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു അച്ചാർ തയ്യാറാക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ തോരന് ആവശ്യമായിട്ടുള്ള കാന്താരി മാത്രമേ പറിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം 2-3 സ്ഥലത്തായിട്ട് മത്തന് ഒത്തിരി പടർന്ന് കിടപ്പുണ്ട്. അപ്പോൾ അവിടെ എല്ലാം പോയിട്ട് നമ്മൾ ഇത് പറിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ പൂ പറിച്ചുകൊണ്ടിരുന്നപ്പം എന്നെ സഹായിക്കാനായിട്ട് ദിയക്കുട്ടി എത്തിയിട്ടുണ്ട്. ദിയക്കുട്ടി മത്തൻ്റെ ഇല സഹിതം അതിൻ്റെ വേര് സഹിതം വലിച്ചു പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ വേര് വിട്ടുപോയാൽ അത് കേടായി പോകുമെന്നൊക്കെ പറഞ്ഞപ്പോഴും അവൾക്ക് പൂ പറിക്കാനുള്ള ആവേശമാണ്. അപ്പം സൂക്ഷിച്ചൊക്കെ നടന്നു. കാരണം ഇത്തിരി വീഴാനുള്ള ചാൻസൊക്കെ ഉള്ളതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ നടന്നിട്ട് അവൾ ഇതെല്ലാം പറിച്ചെടുക്കുന്നുണ്ട്. പറിച്ചെടുത്തിട്ട് പോയി തോരൻ വെക്കേണ്ടതുണ്ട്. അപ്പോൾ നോക്കുന്നതനുസരിച്ച് ഇടയ്ക്കിടയ്ക്കായിട്ട് മത്തക്കാടുകൾക്കിടയിൽ എന്ന് പറയേണ്ടി വരും. കുറേ എണ്ണം നിൽപ്പുണ്ടായിരുന്നു. അതൊക്കെ പറിച്ചെടുത്തു. ഇനി ഇനി നമ്മൾ വീട്ടിലേക്ക് ഇത്രയാണ് കേട്ടോ പൂക്കൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതും കൊണ്ട് പോയിട്ട് തോരൻ വെക്കാനായിട്ട് പോവുകയാണ് ഞാൻ. അതിനിടയ്ക്ക് നമുക്ക് കറിക്ക് ആവശ്യമുള്ള കറിവേപ്പിലയും കൂടെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. നിറച്ചും പറമ്പിൽ ചൊറിയണം ഉണ്ട്. ആരൊക്കെ ചൊറിയണം വെച്ചിട്ട് തോരൻ വെച്ചിട്ടിരിക്കുന്നതൊക്കെ കണ്ടിരുന്നു. നമുക്കും അതുപോലെ ഒരു ദിവസം ചെയ്ത് നോക്കണമെന്നുണ്ട്. അപ്പോൾ ഇനി വീട്ടിലേക്ക് എല്ലാം അപ്പോൾ ഇന്നലെ പറിച്ച് വെച്ചിരുന്ന മത്തപ്പൂക്കളും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ്. അപ്പം അപ്പോഴത്തേക്കും എനിക്ക് കുറേ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മഞ്ഞപ്പൂവിൻ്റെ അവിടെ ചിലതിൻ്റെയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി പോലെ തോന്നും. എന്നാലും കുഴപ്പമൊന്നുമില്ല. പിറ്റേ ദിവസം 2 ദിവസത്തെ കൂട്ടി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഓൾറെഡി സൂക്ഷിച്ച് വെച്ചിരുന്നത്. അതിന് നമ്മളൊന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടി പോവാണ്. വലിയ കഷ്ടപ്പാടൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ പിടിച്ച് വട്ടം അരിഞ്ഞാൽ മതി. വട്ടം എടുക്കുമ്പോഴേക്കും അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് റോസിട്ട് ചെറുതായിട്ടും കൂടെ ഒന്നുകൂടെ അരിഞ്ഞെടുക്കാം. ഇങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോഴേക്കും നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇതല്ലേ പൂക്കളും ഇലകളും ഒക്കെ പെട്ടെന്ന് വാടിക്കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ മൊത്തത്തിൽ അരിഞ്ഞ് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി സിമ്പിളാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളൊരു സവോളയും ഒരു പിടി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇത് മൊത്തം ചെറിയുള്ളിയായിട്ട് വേണേലും എടുക്കാം. അപ്പോൾ ചെറിയുള്ളി തന്നെ എടുക്കുമ്പോഴത്തേക്കും കുറേ നേരമൊക്കെ എടുക്കാം. ഞാനിവിടെ ഒരു സവോള എടുത്തിട്ടുണ്ട്. പക്ഷെ ചെറിയുള്ളി തന്നെയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനെ ഇതുപോലെ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ മുറിച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു ചെറിയ ബൗൾ നിറച്ചും നമുക്ക് ഉള്ളിയും സവോളയും കൂടെ അരിഞ്ഞത് ഉണ്ടാവും. അപ്പം പിന്നെ ഇനി വേണ്ടത് തേങ്ങ ചേരേണ്ടതാണ്. ഒരു 1/4 കപ്പ് തേങ്ങ ഞാനിവിടെ ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് മതി കേട്ടോ. ഒരുപാട് അത് നമ്മുടെ ഇലയ്ക്കും പൂവിനും അനുസരിച്ചൊക്കെ. ഇപ്പം ഞാൻ ഇല ഉപയോഗിക്കുന്നില്ല. ഈ പൂവിനനുസരിച്ചുള്ള തേങ്ങ എടുക്കുക. ഇനിയിപ്പോൾ ഇവിടെ ഒരു മൺചട്ടിയാണ് കേട്ടോ ഞാൻ ചൂടാകാൻ വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ പൊട്ടിച്ചെടുക്കും. വറ്റൽമുളകൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. നല്ല ടേസ്റ്റാണ്. അതങ്ങ് മൂത്ത് വരുന്ന ആ ഒരു ടേസ്റ്റ് കൂടെ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇത് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അത് ഫ്ലെയിം കുറച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് അതിനെ വാട്ടിയെടുക്കുന്നതേ ഉള്ളൂ. ഒരുപാടങ്ങ് കുഴഞ്ഞ് അങ്ങനെയൊന്നും ആയി പോകരുത്. ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. ഈ സമയത്ത് കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോളയൊക്കെ വഴറ്റുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചേർത്ത് കൊടുക്കുന്ന പോലെ ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് പൂവൊക്കെ ചേർത്തതിന് ശേഷം ആവശ്യാനുസരണം ഉപ്പ് നോക്കി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ല ഫ്ലെയിമിലിട്ട് തന്നെ നല്ലോണം വാട്ടിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പരുവം ഇങ്ങനെ മതി കേട്ടോ. ഇങ്ങനെ ഞാൻ ആക്കിയെടുത്തു. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇത് ചേർക്കുന്നതിന് മുമ്പ്, അതായത് മത്തപ്പൂ ചേർക്കുന്നതിന് മുമ്പ് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ എരിവിനനുസരിച്ച് ക്രഷ്ഡ് ചില്ലിയാണ് ഞാനിവിടെ ചേർത്തേക്കുന്നത് കേട്ടോ. നമുക്ക് പച്ച കാന്താരി ചേർക്കാമെന്ന് ഓർത്താണ് ഞാൻ കാന്താരി പറിച്ച് വന്നത്. പക്ഷേ ഞാനിപ്പം ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുത്തു. അപ്പോൾ അത് വേറൊരു ഫ്ലേവർ കിട്ടും.
ഏത് വേണമെങ്കിലും ചേർക്കാം. കാന്താരി വേണമെങ്കിൽ കാന്താരി, കഷ്ടിയില്ലി വേണമെങ്കിൽ കഷ്ടിയില്ലി, ഏതാണെന്ന് വെച്ചാൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അത് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മത്തപ്പൂ ചേർത്ത് കൊടുക്കുകയാണ്. സിമ്പിളാണ്. ഇനി അതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചിരണ്ടി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇപ്പം തന്നെ നോക്കൂ, മത്തൻ പൂവിൽ നിന്ന് ധാരാളം വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഒരുപാട് ഫ്ലെയിമൊന്നും കുറച്ച് വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുമ്പം വല്ലാണ്ട് കുഴഞ്ഞു പോകും. കുഴഞ്ഞു പോകാതിരിക്കാൻ ഈ പറഞ്ഞില്ലേ, ഒരു മീഡിയം ഫ്ലെയിമിൽ, പ്രത്യേകിച്ച് മൺചട്ടിയൊക്കെ ആണെങ്കിൽ വെള്ളമൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കും. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് തേങ്ങ ചേർത്തിട്ട് നമ്മളിതിനെ ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കും. എന്താ വെച്ചാൽ അതിൻ്റെ മൂട്, പൂവിൻ്റെ ഒരു ചോട് ചേർന്നിട്ടുള്ള ഭാവമൊക്കെ ഇല്ലേ, അതെല്ലാം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം കൂടി ഇപ്പോൾ തട്ടിപ്പൊത്തി വയ്ക്കാൻ പോവാണ്. അതിന് ശേഷം ലിഡ് വെച്ചിട്ട് 2 മിനിറ്റ് നേരത്തേക്ക് അടച്ചു കൊടുക്കാം. ഒന്ന് വെന്ത് കിട്ടട്ടെ. അധികം വേവില്ല, എന്നാൽ പോലും അതിൽ നിന്ന് വന്നേക്കുന്ന വെള്ളമൊക്കെ കൂടെ വെച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി നന്നായിട്ടായി കിട്ടട്ടെ. അതിന് ശേഷം നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം. ഇളക്കി അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 മിനിറ്റ് നേരത്തെ കഴിഞ്ഞ് കഴിയുമ്പം തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വേവിച്ച് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും വെള്ളം ഇതിൽ മിച്ചം നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ ആ കൂടെ തന്നെ വെള്ളം കൂടെ വറ്റി കിട്ടും കേട്ടോ. അപ്പം വെള്ളം വറ്റി വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരുപാടങ്ങ് വറ്റിയില്ലെങ്കിൽ മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് വറ്റി കിട്ടിക്കോളും. ഇനി ഇതിൽ ഞാൻ ആവശ്യത്തിന് വീണ്ടും കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവോള വറ്റിയപ്പോൾ ചേർത്ത് കൊടുത്ത ഉപ്പ് പോരാതെ വന്നുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കി കുറേശ്ശെ ചേർക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. പൂവിനും ഇലക്കൊക്കെ ആകുമ്പോഴേക്കും പെട്ടെന്ന് ഉപ്പ് കൂടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് പാകത്തിന് ഉപ്പ് ഒക്കെ ഉണ്ട്. വീണ്ടും ലേശോടെ ഞാൻ ചേർത്ത് കൊടുത്തായിരുന്നു. അതിനുശേഷം എന്താ പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനില്ല. കുറച്ച് കറിവേപ്പില നമ്മൾ ഓൾറെഡി ചേർത്ത് കൊടുത്തതാണ്, വേണമെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വെള്ളം വറ്റണ വരെ ഇളക്കി റെഡിയാക്കി എടുത്താൽ മതി. ഇപ്പോൾ നല്ല തോരൻ റെഡിയാണ്. കുറച്ച് നേരം മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ കുറച്ചുകൂടി വെള്ളം തോർന്ന് കിട്ടും. അപ്പോൾ നല്ല അടിപൊളി തോരൻ റെഡിയാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്നുകൂടെ പൂവൊക്കെ ഉള്ള സമയത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല ഗുണമുണ്ട്, അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ട്. ഇതുപോലെ തന്നെ മത്തൻ്റെ ഇലയും നമുക്ക് തോരൻ വെച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ട്രൈ ചെയ്യുക. ഇഷ്ടമാക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്